ചിലയിടങ്ങളിലൊക്കെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടുപോകുന്നത് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലേ. തിരക്കുള്ള ഇടങ്ങളിലൊക്കെ എല്ലാം ഈ ടോയ്ലറ്റ് സംവിധാനം വേണ്ടത് അത്യാവശ്യമാണ്. ഈ ടോയ്ലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ ഉള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പാക്കേണ്ടത് അതിനേക്കാൾ അത്യാവശ്യമാണല്ലേ. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കൊട്ടിഘോഷിച്ച് നാട്ടുകാർക്കായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ അവയുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ടോയ്ലറ്റുകളൊക്കെ ഇവിടെ നിരവധിയാണ്. BJP തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണമേറ്റതിനു ശേഷമുള്ള കന്നി ബജറ്റിൽ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 200 ശുചിമുറികൾ സ്ഥാപിക്കുമെന്ന്. ഈ ശുചിമുറികൾ സ്ഥാപിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ നിലവിലുള്ളതിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് കാണണ്ടേ. ഇതിൽ ഷീ ടോയ്ലറ്റും ഈ ടോയ്ലറ്റും സാധാരണ ശുചിമുറികളും ഒക്കെ ഉൾപ്പെടും. നാളുകൾക്ക് മുൻപ് കൊട്ടിഘോഷിക്കപ്പെട്ട് തുറന്ന തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഷീ ടോയ്ലറ്റ് ആണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ കാണണ്ടേ, നോക്കാം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇതിന്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, റെഡി എന്ന് തെളിയുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും രൂപയുടെ ഒരു നാണയം ഇട്ടതിന് ശേഷം വാതിൽ തുറക്കുക എന്ന്. നിലവിൽ ഇവിടെ റെഡി എന്ന് കാണുന്നില്ല. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് നമുക്കൊന്ന് നാണയം ഇട്ട് നോക്കാം. നാണയം തിരികെ വരികയാണ്. അതായത് നാണയം സ്വീകരിക്കപ്പെട്ടാൽ മാത്രമേ ഈ വാതിൽ തള്ളി തുറന്നകത്ത് കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഇനിയോ ഈ ഷീ ടോയ്ലറ്റുകളുടെ ഒക്കെ ഒരു പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാനിറ്ററി നാപ്കിൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഒരു 360 ഡിഗ്രിയിൽ കറക്കിയാൽ നാപ്കിൻ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ കരിയിലയാണോ എന്താണോ കിടക്കുന്നത്. ഈ വാഷ് ബേസിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര നാളുകളായി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വന്നിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഏരിയയിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ ഈ കനകക്കുന്നിലേക്ക് വരുന്നവർക്കോ ഒക്കെ ഏറ്റവും ഉപയോഗപ്രദം ആകേണ്ടിയിരുന്ന ഒന്നായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മാത്രമല്ല നല്ല ദുർഗന്ധവും. ഈ ഗ്രില്ലിനുള്ളിലൂടെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ഭ്രാന്താലയമോ പ്രേതാലയമോ ഒന്നുമല്ല. കവടിയാറുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. അതിന് തൊട്ടടുത്തായി തന്നെ ടോയ്ലറ്റുമുണ്ട്. അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. പാർക്ക് തന്നെ ഇല്ല, പിന്നെ എന്ത് ടോയ്ലറ്റ് അല്ലേ. ഇനി പുത്തരിക്കണ്ടത്തേക്ക് വന്നാൽ, കിഴക്കേക്കോട്ടയിൽ വന്ന് ബസ് ഇറങ്ങുന്നവർക്കും അമ്പലത്തിൽ വരുന്നതും ഒക്കെയായ സ്ത്രീകൾക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ പുത്തരിക്കണ്ടത്തെ ഒരു ടോയ്ലറ്റിന്റെ അവസ്ഥ കാണാം. നിലവിൽ ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യമാണ് എന്നതിൽ സംശയമില്ല. ചുറ്റും മാലിന്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ദുർഗന്ധം സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് എന്ന് തന്നെ പറയാം. പുറത്ത് പൂട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ടോയ്ലറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയോ മറ്റോ ആണ്. അതൊന്നും വൃത്തിയില്ല. എല്ലാം അടച്ചുപൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. ഒരു ബസ് സ്റ്റാൻഡായ ഒരു ബാത്റൂം വേണ്ടേ? ഇപ്പോൾ എവിടെയൊക്കെ ഉള്ള ആൾക്കാർ വരണം. നമുക്ക് പെട്ടെന്ന് ഒരു ബാത്റൂം പോകണമെന്ന് വെച്ചാൽ നടക്കൂല. പുരുഷന്മാരാണെങ്കിൽ എവിടെയെങ്കിലും നിന്നൊക്കെ സാധിച്ചിട്ട് പോകും. സ്ത്രീകൾക്ക് വേണ്ടേ? ഇപ്പം ടോയ്ലറ്റേ ഇല്ല. ഈ ഏരിയയിൽ ടോയ്ലറ്റ് ഇല്ല. കിട്ടിയ ഒരു ടോയ്ലറ്റ് ഉണ്ടായത് എന്തുമാത്രം സ്ത്രീകൾക്ക് അതൊരു ആശ്വാസമാവും അറിയാമോ? അവിടെ ആരും പോകില്ല. ഇപ്പുറത്ത് പൈസ കൊടുക്കണത്തിൽ തന്നെ പോകണം. അമ്പലത്തിൽ പറഞ്ഞവരെ ഇത്തിരി ബാത്റൂമിൽ പോകാൻ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഇവിടെ എങ്ങും ഒരു ബാത്റൂം ഇല്ലേ മക്കളെ. ഭയങ്കരമായ ബുദ്ധിമുട്ടും. പിന്നെ ബുദ്ധിമുട്ടില്ല മക്കളെ. രാവിലെ വെള്ളങ്ങളൊക്കെ ഷുഗറുകൾ പിടിച്ച ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇത്തരത്തിൽ കോടികൾ മുടക്കി 35ഓളം ഷീ ടോയ്ലറ്റുകളാണ് വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രത്യേകം ഒരു കാര്യം പറയാം, OCD ഉള്ളവർ ഈ ഭാഗത്തേക്ക് വരാതിരിക്കുക. ജീവിതത്തിൽ പിന്നെ വാഷ്റൂമിൽ പോകണമെന്ന് തോന്നാതെയാകും. ക്യാമറാമാൻ അനൂപിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.